എനിക്ക് കൂളിങ്ങിലെന്ന കസ്റ്റമർ നമ്മളെ വിളിച്ചു പറഞ്ഞു. നമ്മൾ പോയി ചെന്ന് നോക്കിയപ്പോൾ ഗ്യാസ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. 22 ഗ്യാസാണ് വരുന്നത്. അത്യാവശ്യം പഴക്കമുള്ള ഒരു AC ആയിരുന്നു. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഒരു 250 പ്രഷർ കംപ്രസർ വഴി നമ്മൾ പ്രഷർ ഇട്ടിട്ടുണ്ട്. ഈ പ്രഷർ എന്തിനായിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്ക് നോക്കാനായിട്ടാണ്. അത് കോയിൽ വന്നിരിക്കുന്നത്, കണ്ടൻസർ കോയിൽ വന്നിരിക്കുന്നത് അലുമിനിയമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം പഴക്കമുള്ള ഒരു AC ആണ്. നമ്മൾ ഫുൾ കവർ കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് നമ്മൾ ലീക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ലീക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എവിടെയാണെന്ന് കൺഫേം ആക്കിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ലീക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രഷർ നോക്കുമ്പോൾ പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്ക് കാര്യങ്ങളുള്ള AC ആണ് കേട്ടോ. അപ്പോൾ ലീക്ക് നോക്കിയതിന് ശേഷം നമുക്ക് കൺഫേം ആക്കിയിട്ട് അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാം. ഞാൻ ലീക്ക് നോക്കാനായിട്ട് ഞാൻ പോവാണ്. ഫുള്ള് സോപ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ലീക്ക് നോക്കുന്നത്. ഫുൾ കോയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ ലീക്ക് നോക്കണം. കാരണം പെട്ടെന്ന് ലീക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല രീതിയിൽ തന്നെ പ്രഷർ കുറയുന്നുണ്ട്. അപ്പം എന്നാലും നമ്മൾ ഫുള്ള് എല്ലാ സൈഡും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൺഫേം ആക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു ഭാഗത്ത് ലീക്ക് കാണാതെ എന്തായാലും ഇരിക്കത്തില്ല. ലീക്ക് ഉള്ളതുകൊണ്ടാണ് ഗ്യാസ് പോയിരിക്കുന്നത്. എന്തായാലും നമുക്ക് വൃത്തിയായിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വാൽവിൻ്റെ ഭാഗം പ്രത്യേകിച്ച് നോക്കണം കേട്ടോ. ഇവിടെയൊക്കെ ലീക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയെങ്കിലും നമുക്ക് ലീക്ക് കിട്ടിയിട്ടില്ല. പക്ഷേങ്കിൽ പ്രഷർ ശകലം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ കുറേ നേരം ടെസ്റ്റ് ചെയ്ത് കേട്ടോ. പക്ഷേ ഇതുവരെ ലീക്കിങ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും ലീക്ക് ഉണ്ടെന്ന് നമുക്ക് കൺഫേമാണ്. കാരണം നമുക്ക് പ്രഷർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ലീക്ക് എവിടെയോ ഉണ്ടെന്ന്. അപ്പോൾ അവസാനം നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ലീക്ക് കണ്ടെത്താനായിട്ട് പറ്റിയതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാ നല്ല രീതിയിൽ തന്നെ ലീക്കുണ്ട് കേട്ടോ. കണ്ടൻസർ കോയിലിനകത്ത് ആ ലീക്ക് വന്നിരിക്കുന്നത് അലുമിനിയം കോയിലാണ്. അത്യാവശ്യം പഴക്കമുള്ളൊരു AC ആണ്. അപ്പം എന്തായാലും നമ്മുടെ ലീക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കസ്റ്റമറോട് സംസാരിച്ചതിന് ശേഷം നമുക്ക് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ കണ്ടൻസർ മാറ്റി വെക്കുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഇതിന് അടുത്തതുള്ളത്. അപ്പോൾ കസ്റ്റമറോട് സംസാരിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താ ചെയ്യുക. അപ്പോൾ കസ്റ്റമറോട് സംസാരിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഓക്കെ കണ്ടൻസർ മാറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടൻസർ അഴിച്ചെടുത്തിട്ട് നമ്മൾ പുതിയ കണ്ടൻസർ വെക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.